അപ്പോൾ എല്ലാവർക്കും കോസ്റ്റ് ഓഫ് അഡിക്ഷൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് ഡ്രഗ് യൂസ് കൊണ്ടുണ്ടാകുന്ന സോഷ്യൽ അതുപോലെ തന്നെ എക്കണോമിക് ആയിട്ടുള്ള സാമൂഹികപരമായും സാമ്പത്തികപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ്. അയാൾക്ക് എല്ലാ സ്ഥലത്തും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായിരിക്കും. സാമ്പത്തികമായിട്ടും ജോലിയുടെ കാര്യങ്ങളിലും എല്ലായിടത്തും അയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരവസ്ഥയിലായിരിക്കും. ഇനി ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് ഡി അഡിക്ഷൻ. അപ്പം ഇത്രയും സ്ഥിതികളായ സ്ഥിതിക്ക് നമ്മൾ ഈ ഡി അഡിക്ഷനിലേക്ക് ആളെ കൊണ്ടുപോയിക്കൊണ്ട് തന്നെ നമ്മൾ പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിനെ നമ്മൾ ഡി അഡിക്ഷൻ എന്ന് പറയുന്നത്. അതിലെന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നാണ്. വളരെ പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് അക്നോളജ്മെൻറ്റ്. അതായത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നും, അതായത് മദ്യപാനം അല്ലെങ്കിൽ ഡ്രഗ് യൂസ് എന്ന് പറഞ്ഞ ഒരു രോഗമുണ്ട് എന്നും അതിന് ചികിത്സ ഉണ്ട് എന്നുമുള്ള ഒരു ബോധം എല്ലാ ആളുകളിലും വേണം. അതുകൊണ്ട് തന്നെ ഈ ഒരു പർട്ടിക്കുലർ ആളെ നമ്മളിത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അക്നോളജ്മെൻറ്റ്, അതായത് അയാൾക്ക് ഇങ്ങനെ ഇഷ്യൂ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഇഷ്യൂ ഉണ്ട് എന്നുള്ള പ്രശ്നത്തെ അയാൾ സ്വീകരിക്കുകയും ചെയ്യുക. അതായത് എനിക്കിങ്ങനെ പ്രശ്നമുണ്ട്, അത് ശരിയാക്കേണ്ടത് തന്നെയാണ് എന്ന് അയാൾക്ക് തോന്നുകയും ചെയ്യുന്നതിലൂടെ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഡീടോക്സിഫിക്കേഷൻ. ടോക്സിൻ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, വിഷമാണ് അല്ലേ. ശരീരത്തിലുള്ള ടോക്സിൻസ് ആയ ഡ്രഗ്സിൻ്റെ അംശങ്ങളെ നമ്മൾ ക്ലീൻ ചെയ്ത് കളയുന്ന പ്രോസസ്സാണ്. ബോഡിയിൽ നിന്ന് ഡ്രഗിനെ ക്ലീൻ ചെയ്ത് കളയുന്ന പ്രോസസ്സാണ്. അതിന് തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ സൂപ്പർവിഷൻ, ഒരു ഡോക്ടറുടെയും നേതൃത്വത്തിലുള്ള ആളുകളും എല്ലാം ആവശ്യമുണ്ട്. മൂന്നാമത്തതെന്ന് പറഞ്ഞാൽ റീഹാബിലിറ്റേഷനാണ്. അതായത് തെറാപ്പി, വ്യത്യസ്ത രീതിയിലെ തെറാപ്പികൾ, കൗൺസിലിംഗ് സെഷനുകൾ, അങ്ങനെ കുറേ കാര്യങ്ങളിലൂടെ അയാൾക്ക് ഉണ്ടാകുന്ന സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസ്, അയാൾക്ക് കിട്ടിയേ തീരും എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാകും. അയാൾ ഇതിനെ ആശ്രയിച്ചിരിക്കുകയാണ്. ആ ആശ്രിതത്വം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ആ ആശ്രിതത്വത്തിൻ്റെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ശരിയാക്കാൻ വേണ്ടിയിട്ടും അയാൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവുകൾ, ഇതില്ലെങ്കിലും ജീവിക്കാനുള്ള മാർഗങ്ങൾ, കഴിവുകൾ, അതിനുള്ള ശക്തിയൊക്കെ അയാൾക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് റീഹാബിലിറ്റേഷൻ വരുന്നത്. ഫോർത്ത് സ്റ്റേജ് തന്നെ റിക്കവറിയാണ്. അതായത് ഒരു ലോങ് ടൈം റിക്കവറി പ്ലാനാണ് അല്ലേ. ഇപ്പോൾ പലപ്പോഴും ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ പോയ രോഗികൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെ പോയി എന്ന് പറയാൻ നമുക്ക് പല സംഭവങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, 40 ദിവസം 30 ദിവസം പോയി നല്ല ആളായി തിരിച്ചു വന്നു, ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയ പോലെ ആയിന്ന്. അതിനെന്ത് വേണം? അതിന് നമ്മളെ സപ്പോർട്ട്, ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് വേണം. നന്നായി എന്ന് വരുന്ന ആളെ നമ്മൾ ശ്രദ്ധിക്കാനും അയാളുടെ കാര്യങ്ങൾ സംസാരിക്കാനും അയാളോട് അതിൻ്റെ നല്ല രീതിയിൽ, പഴയ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ നല്ല രീതിയിൽ പെരുമാറാനുള്ള കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട്, സുഹൃത്തുക്കളിൽ നിന്ന് സപ്പോർട്ട്, വീണ്ടും അയാൾ അത്തിലേക്ക് പോകാതിരിക്കാനുള്ള എല്ലാവിധ സപ്പോർട്ടുകളും, സുഹൃത്തുക്കൾ, അയാൾ എവിടെയെല്ലാം പോകുന്നുണ്ടോ ആ സ്ഥലങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് അവയർനെസ് കൊടുക്കുകയും വീണ്ടും അതിലേക്ക് അയാൾ പോകുന്നില്ല എന്നും അയാളെല്ലാം മാറ്റി നിർത്തി വന്നതാണ് എന്നും നിങ്ങളുടെ എല്ലാവരും സഹകരണം ആവശ്യമാണെന്നും കൃത്യമായി അയാൾ കോണ്ടാക്ട് ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും അറിയിക്കുകയും, അതുപോലെ തന്നെ സപ്പോർട്ട് ഗ്രൂപ്പുകളുടെ സപ്പോർട്ടും എല്ലാം നമുക്ക് കിട്ടും. സപ്പോർട്ട് ഗ്രൂപ്പുകൾ എന്താണെന്ന് ഞാൻ വരുന്ന ഭാഗങ്ങളിൽ പറയാം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് ഒരാളെ ഡി അഡിക്ഷനിന്, അതായത് ഒരാളെ പൂർണ്ണമായും ലഹരിയിൽ നിന്ന് മുക്തമാക്കാൻ സാധിക്കുകയുള്ളൂ. വെറുതെ ഒരു ചികിത്സയോ അല്ലെങ്കിൽ മരുന്നോ കഴിച്ചുകൊണ്ട് മാത്രമല്ല, കൂട്ടായ ഇത്രയും കാര്യങ്ങളിൽ, ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളിലൂടെ മാത്രമാണ് നമുക്ക് അയാളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നത്. അതിൽ നമുക്ക് ഒരുപാട് രീതിയിലുള്ള തെറാപ്പികൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഇത് ഒരു കേസ്. അതുപോലെ തന്നെ നമുക്ക് മെഡിക്കൽ അസിസ്റ്റൻസും ആവശ്യമാണ്. കാരണം നമുക്ക് ചില മെഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും, ഈ ആളുകൾക്ക് വിത്ഡ്രോവൽ സിംറ്റംസ് ഉണ്ടാകും. എന്താണ് വിത്ഡ്രോവൽ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആളുകൾ ലഹരി അടിക്കാതെ ഒരു കുറച്ച് സമയം വരെ നിന്ന് കഴിഞ്ഞാൽ ഇത്തരം ആളുകൾക്ക് ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടാകും ശരീരത്തിന്. അതായത് അയാൾക്ക് വിറയൽ, അതുപോലെ തന്നെ ഭയങ്കര ദേഷ്യം, ഭയങ്കര പ്രശ്നങ്ങൾ, ഇങ്ങനെ കുറേ ഇഷ്യൂസ് ഇത്തരം ആളുകൾക്ക് ഉണ്ടാവും.
അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ആശ്വാസം നൽകാൻ വേണ്ടിയിട്ടുള്ള ചില മെഡിക്കേഷൻസ്, ചില മരുന്നുകൾ ആവശ്യമാണ്. പിന്നെ മെഡിക്കൽ സൂപ്പർവിഷൻ വേണം. തീർച്ചയായിട്ടും എന്താണ്, ഒരു ഡോക്ടറുടെയൊക്കെ സഹായത്തോടു കൂടെ നമുക്ക് ഈ വിഡ്രോവൽ സിംറ്റംസ് പേഷ്യൻറ്റിനെ രക്ഷിക്കാനുള്ള മെഡിക്കൽ സൂപ്പർവിഷൻ വേണം. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പുകൾ വേണം. കാരണം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, കാരണം ഈ ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്തിരുന്ന ബോഡി ആയിരുന്നു, ആ ബോഡിയിൽ പെട്ടെന്ന് ഇത് ഒഴിവാക്കുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അതൊക്കെ കൃത്യമായി ചെക്ക് ചെയ്തുകൊണ്ടാണ് മെഡിക്കൽ സൂപ്പർവിഷൻ ആവശ്യമുള്ളത്. ഇനി അത് മാത്രം മതിയോ? പോരാ. ഇനി എന്തൊക്കെ വേണം? തെറാപ്പി ആൻഡ് കൗൺസിലിംഗ് ഇൻ ഡി അഡിക്ഷൻ, അടുത്ത സെക്ഷൻ അതാണ്. ഞാൻ നേരത്തെ സ്ലൈഡിൽ നമ്മൾ വിശദീകരിച്ചു തെറാപ്പി ആൻഡ് കൗൺസിലിംഗ് ഇൻ ഡി അഡിക്ഷൻ എന്നുള്ളത്. അതിലൊന്നാമത്തത് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയാണ്. ഒരു സൈക്കോളജിസ്റ്റ് പോലത്തെ ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് പ്രൊഫഷണൽ ആണ് മിക്കവാറും ഇത് ചെയ്യുന്നുണ്ടാവുക. അതായത് ഇയാളിൽ ഉണ്ടാകുന്ന കുറേ നെഗറ്റീവായ ചിന്തകളുണ്ട്. ഉദാഹരണത്തിന്, അയാൾ കഴിച്ചില്ലെങ്കിൽ അയാൾക്ക് സമാധാനമല്ല, അല്ലെങ്കിൽ അയാൾക്ക് കുടുംബത്തിൽ നിന്ന് കുറേ പ്രശ്നങ്ങളാണ്, എങ്ങനെ ഞാൻ കഴിക്കാതിരിക്കും, അല്ലെങ്കിൽ ആ രീതിയിലല്ലേ പെരുമാറ്റങ്ങൾ, അല്ലെങ്കിൽ എന്നെ ആർക്കും ആവശ്യമില്ല എന്ന് പറഞ്ഞ കുറേ നെഗറ്റീവായുള്ള ഒരുപാട് തോട്ട് പാറ്റേൺസ് ഉണ്ടാവും. ഇതിനെല്ലാം നമ്മൾ പോസിറ്റീവായ രീതിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് എന്താണ് ഇപ്പോൾ അയാളുടെ പ്രശ്നം, ഇപ്പോൾ ഉള്ള അയാളുടെ ബുദ്ധിമുട്ടുകളെ നമ്മൾ, അയാളുടെ ചിന്തകളെയൊക്കെ, അയാളുടെ തോട്ട് പാറ്റേൺസിനെയൊക്കെ നമ്മൾ മോഡിഫൈ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു തെറാപ്പിയാണ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മോട്ടിവേഷണൽ ഇൻ്റർവ്യൂയിങ്, നമ്മൾ ക്ലയൻറ്റിനെ മോട്ടിവേഷണൽ ഇൻ്റർവ്യൂ ചെയ്യുക. അതായത് നമുക്ക് ക്ലയൻറ്റിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുക, ക്ലയൻറ്റിനോട് നമ്മൾ ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ്, അതായത് ഈ ഒരു അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിങ്ങൾക്കിപ്പോൾ ഇത് ഒഴിവാക്കിയിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയായിരിക്കും ഗുണങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഉപയോഗിച്ച സമയത്ത് എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്ന രൂപത്തിലെ ക്വസ്റ്റ്യനുകൾ ചോദിക്കുകയും അങ്ങനെ അയാളുടെ ഓരോ കാര്യത്തിനും നമ്മൾ മോട്ടിവേഷൻ ചെയ്യുകയൊക്കെ ചെയ്യാനും ഒക്കെ ചെയ്യുന്നതും ഈ ഒരു തെറാപ്പിയുടെ ഭാഗമാണ്. പിന്നെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന് കണ്ടിജൻസി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ക്ലയൻറ്റിനെ ചില പോസിറ്റീവായിട്ടുള്ള ചില റീഇൻഫോഴ്സ്മെൻറ്റുകൾ, അതായത് പോസിറ്റീവായ ചില കാര്യങ്ങൾ, ഇത്ര ദിവസം നമ്മൾ ഇത് ലഹരി ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ്, അല്ലെങ്കിൽ ചില ആപ്പിൽ നമ്മൾ കൗണ്ടർ പോലെയൊക്കെ വെച്ചിട്ട് പോയിന്റ് കൂടുതൽ കിട്ടും, ഇത്ര ദിവസം സമയം വരെ ഉപയോഗിക്കാത്ത ആൾക്ക് പോയിന്റ് കൂടുതൽ, അങ്ങനെ അയാൾ മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്ന കുറേ സംവിധാനങ്ങൾ നമുക്കിതിൽ കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള തെറാപ്പി ഉണ്ട്. അത് അയാളുടെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാനും അയാളുടെ ബുദ്ധിമുട്ടുകളെ മാനേജ് ചെയ്യാനും ഒക്കെ നമുക്ക് സപ്പോർട്ടുകൾ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് അതുപോലെ തന്നെ ഫാമിലി തെറാപ്പി, കാരണം ഒരാൾ മാത്രമല്ല, ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾ മാത്രമല്ല മാറേണ്ടത്, അവരുടെ കുടുംബം മൊത്തത്തിൽ മാറ്റങ്ങളും അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ, ഈ ഡ്രഗിലേക്ക് നയിക്കപ്പെടുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അത്തരം സ്ട്രെസ്സ് പോലത്തെ ടെൻഷൻ പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മൊത്തത്തിൽ കുടുംബത്തിൽ എല്ലാവരും ഇരുന്ന് ചർച്ച ചെയ്യുകയും ഇതിന് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ സപ്പോർട്ടുകളാണ് കുടുംബത്തിൽ നിന്ന് കൊടുക്കേണ്ടത്, സുഹൃത്തുക്കളിൽ നിന്ന് എന്തൊക്കെ സപ്പോർട്ടുകളാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഫാമിലി തെറാപ്പി എന്ന് പറയുമ്പോൾ കുടുംബത്തിലെ എല്ലാവരും ഇരുന്നുകൊണ്ട് തന്നെ നമ്മളിതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും കൃത്യമായ അതിനുള്ള ഇൻ്റർവെൻഷൻസ്, അയാളുടെ സപ്പോർട്ടുകൾ കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്. അതാണ് ഈ ഒരു ഫാമിലി തെറാപ്പി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ പ്രത്യേക ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകൾ, അതുപോലെ തന്നെ അവരുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൽ അവർക്ക് വ്യത്യസ്ത രീതിയിൽ നമ്മൾ ഈ ലഹരി ഒഴിവാക്കിയത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്കില്ല് അവർക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മുതലായ രീതിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ തെറാപ്പിയിലും കൗൺസിലിങ്ങിലൂടെയും മെഡിക്കേഷനിലൂടെയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആക്ച്വലി ഇത് ഒരു ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോകുന്ന പോലത്തെ ഒരവസ്ഥയല്ല ഉള്ളത്. ജസ്റ്റ് കുറച്ച് മരുന്നും കൊടുത്ത് കുറേ ഇഞ്ചക്ഷൻ വെച്ചിട്ട് ഒരിക്കലും അതിലേക്ക് മാറില്ല. അപ്പോൾ എന്തൊക്കെ കാര്യം, ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെയും സപ്പോർട്ട്, കൂട്ടായ ഒരു സപ്പോർട്ട്, അതാണ് ശരിക്കും ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊടുക്കുന്നത്. അല്ലാതെ കുറേ മരുന്നോ ചികിത്സയൊന്നുമല്ല. മരുന്ന് ചിലപ്പോൾ ചില കേസിൽ നമ്മൾ ചില ആവേശം തെറാപ്പി പോലത്തെ കാര്യത്തിൽ കൊടുക്കാറുണ്ട്. അത് ആളുകൾക്ക് ഈ മദ്യത്തിനോടുള്ളൊരു മടുപ്പ് ഉണ്ടാക്കുകയും അതിലൂടെ അത് പിന്നെയും കുടിക്കാൻ വേണ്ടി അതിലൂടെ വോമിറ്റിംഗ് പോലത്തെ അവസ്ഥകളൊക്കെ ഉണ്ടാക്കും, ഛർദി പോലത്തെയൊക്കെ. അപ്പോൾ ചില മരുന്നുകൾ കുടിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ആ മരുന്നുകൾ കുടിക്കുന്നതിലൂടെ അങ്ങനെ ഉണ്ടാക്കുകയും ഇതിനൊരു മടുപ്പ് തോന്നുകയും ചെയ്യുന്നു. പിന്നെ ആ മരുന്ന് കുടിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ മടുപ്പ് ഉണ്ടാക്കുന്ന രീതിയിലാണ് ആവേശം തെറാപ്പി എന്ന് പറഞ്ഞ സംഭവമൊക്കെ യൂസ് ചെയ്യുന്നത്.
അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഈ കൂട്ടായ അതിൻ്റെ സപ്പോർട്ടുകളും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പം പറയുന്നതെന്ന് വെച്ചാൽ പലതരത്തിലുള്ള സപ്പോർട്ടിംഗ് ഗ്രൂപ്പുകൾ ഇതിനുണ്ട്. പലർക്കും അറിയാതാണ് സപ്പോർട്ടിംഗ് ഗ്രൂപ്പ്സ് എന്നുള്ളതൊക്കെ. അതായത് ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. അതൊരു ഓർഗനൈസേഷനാണ്, പക്ഷേ അത് എല്ലാ വേൾഡിൽ മൊത്തം എല്ലാ സ്ഥലത്തും നമ്മൾ ഇത്തരം ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ, അവർ മാറണം എന്ന് ചിന്തിച്ചിട്ടുള്ള കുറച്ച് ആളുകളുടെ കൂട്ടായ്മയാണ്. ആ സംഘടന ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നാളെ കഴിക്കില്ല എന്നല്ല, ഇന്ന് ഞാൻ കഴിക്കുന്നില്ല, നാളത്തെ കാര്യം ഞാൻ നാളെ കഴിക്കുകയില്ല, മാക്സിമം കഴിക്കുന്ന ഇതിൻ്റെ ഡെപ്ത് കുറച്ച് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ് അതിൽ. അപ്പോൾ അതിലിങ്ങനെ ആളുകളെല്ലാവരും കൂടും. പുറത്തൊന്നും ഇതിനെക്കുറിച്ചൊന്നും പറയില്ല, പേരുകളും കാര്യങ്ങളൊന്നും വ്യക്തമാക്കുന്നില്ല. ആളുകൾ ഒരു സമയത്ത് ഒരു സ്ഥലത്ത് കൂടും, പല ഏരിയകളിലും ഇവരുടെ ക്യാമ്പുകൾ ഉണ്ടാവും. കൂടുന്നതിലൂടെ അവർ ചർച്ച ചെയ്യുന്നു, ഈ ലഹരി ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അത് മാറ്റിയത് കൊണ്ട് എനിക്ക് എന്തൊക്കെ പ്രയോജനം ഉണ്ടായി എന്നുള്ള കുറേ കാര്യങ്ങളും ലഹരിയിൽ നിന്നുണ്ടായ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും അതൊക്കെ മനസ്സിൽ എല്ലാ ആളുകൾക്കും കിട്ടുകയും ചെയ്യുന്നു. അപ്പം ഇങ്ങനെ അതിലിപ്പം ഒരു ആപ്പൊക്കെ വെച്ചിട്ട് ഓരോ ദിവസം ഞാൻ ഇത്ര ദിവസമായിട്ട് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ അതിൽ പറയുന്നുണ്ട്. അങ്ങനെ ഓരോ ദിവസങ്ങളായിട്ട് കഴിക്കാതെ അങ്ങനെ ദിവസങ്ങൾ കൂട്ടി കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമാണ്. അതിൽ പറയുന്നത് നാളെ കഴിക്കില്ല എന്നല്ല, അല്ലേ? എല്ലാ ആളുകളും കഴിക്കുമ്പോൾ പറയുന്നത് ഞാൻ ഇനി മുതൽ നാളെ മുതൽ കഴിക്കുമല്ലോ നിർത്തിയെന്നാണ്. അതിലങ്ങനെയല്ല, ഇന്ന് കഴിക്കുന്നില്ല എന്നുള്ള രൂപത്തിലാണ് അതിൽ എപ്പോഴും ഉണ്ടാകുന്നത്. നാർക്കോട്ടിക് അനോണിമസും അതുപോലെ തന്നെ മറ്റുള്ള ലഹരി വസ്തുക്കൾ, മദ്യമല്ലാത്ത ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരോടും ഇതിൽ നിന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെയും ഒരു കൂട്ടായ്മയാണ്. ഇതിലൂടെയൊക്കെ ഒരുപാട് ആളുകൾ മാറ്റങ്ങൾ വന്നിട്ടുള്ളതും ഇതിൽ മെമ്പേഴ്സൊക്കെ ആയി വന്നതിന് ശേഷം ഒരുപാട് കാലം അതിൽ പ്രവർത്തിക്കുകയും പിന്നീട് വലിയ രീതിയിലുള്ള ലഹരി ബോധവൽക്കരണത്തിലേക്ക് പോയിട്ടുള്ള ആളുകളൊക്കെ ഇതിനകത്തുണ്ട്. അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സപ്പോർട്ടിംഗ് ഗ്രൂപ്പ്സിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് സാധിക്കും. ഇനി പറയുന്നത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്. ഇൻകോർപ്പറേറ്റിംഗ് ഹെൽത്തി ഹാബിറ്റ്സ് സച്ച് ആസ് റെഗുലർ എക്സർസൈസ്, എൻഗേജിങ് ഹോബീസ്, അതുപോലെ തന്നെ നമുക്ക് കുറേ യോഗ, മൈൻഡ്ഫുൾനെസ് പോലത്തെ പ്രാക്ടീസുകൾ റിലാക്സേഷൻ കിട്ടാനൊക്കെ വേണ്ടിയിട്ട്. അതായത് മദ്യമല്ലാത്ത അല്ലെങ്കിൽ ലഹരി അല്ലാത്ത ആസ്വാദനങ്ങളും കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന രൂപത്തിലുള്ള ശരീരത്തിന് എൻഗേജിങ് ആയിട്ടുള്ള ചില ഹോബീസ്, അതുപോലെ തന്നെ കുറേ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെ ഒക്കെ സപ്പോർട്ട് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക. അവിടെ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും എന്തെങ്കിലും എൻജോയ്മെൻറ്റ് ആക്ടിവിറ്റീസും കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുറച്ച് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും കൂടി സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇയാൾക്ക് ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ജീവിക്കാം എന്നുള്ള തോന്നലുണ്ടാവും. ഇനി ഡ്രഗ് യൂസ് ചെയ്യുന്നത് നമുക്ക് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുമല്ലോ. ആക്ച്വലി ഡ്രഗ് യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ റിക്കവറി എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. വളരെ കുറഞ്ഞ ശതമാനമാണ് ആളുകൾ പൂർണ്ണമായും നിർത്തിയിട്ടൊക്കെ വരുന്നത്. പലരും നിർത്തി കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് പഴയ പോലെ പോകുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, അല്ലേ? നമ്മൾ മുൻകൂട്ടി തടയുക അതിലേക്ക് പോകുന്നത്, അതായിരിക്കും ഏറ്റവും ബെറ്റർ. അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്? എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ്. ഈ ഒരു ഇതിനെക്കുറിച്ചുള്ള ആളുകളെ നമ്മൾ ബോധവൽക്കരിക്കുക. അതിൻ്റെ റിസ്ക് എന്താണ്, അത് ഉപയോഗിച്ചാൽ എന്തൊക്കെ കാര്യങ്ങളാണ്, അതുപോലെ തന്നെ ഇതിൽ നിന്ന് തടയാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്കും അതുപോലെ അവരുടെ മറ്റുള്ള കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ പോസിറ്റീവായിട്ടുള്ള സോഷ്യൽ സർക്കിൾസ് ക്രിയേറ്റ് ചെയ്യുക. കുറേ ആളുകൾ അസോസിയേറ്റിംഗ് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ഗ്രൂപ്പ്സ് ദാറ്റ് ഡു നോട്ട് യൂസ് ഡ്രഗ്സ് ക്യാൻ റെഡ്യൂസ് എക്സ്പോഷർ ആൻഡ് പ്രഷർ. അതായത് എപ്പോഴും ഫ്രണ്ട്സ് സർക്കിളൊക്കെ ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് അവർ ഡ്രഗ് യൂസ് ചെയ്യാത്തൊരു ആളുകളുടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അവരുടെ കുറേ പരിപാടികളും അവരുടെ അവയർനെസ് സെഷനുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റ്, അല്ലേ? മിക്കപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഫാമിലിയിലൊക്കെ മക്കളാണെങ്കിലും അല്ലെങ്കിൽ ആരാണെങ്കിലും ഫാമിലി തമ്മിൽ സംസാരിക്കാനോ അവർക്ക് തമ്മിലൊന്ന് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനോ സംസാരിക്കാനോ കൈമാറാനോ സമയമില്ലാത്ത അവസ്ഥ. പലപ്പോഴും മൊബൈലിൻ്റെയും ഗാഡ്ജറ്റിൻ്റെ ഇടയിലായിരിക്കും ഓരോരുത്തരും ഓരോ വഴിയിലേക്ക്. ഒരാളൊരു മൊബൈലെടുത്ത് മറ്റേ വഴിയിലേക്ക് പോകും, അച്ഛൻ വേറെ വഴിയിലേക്ക് പോകും, അമ്മ വേറെ വഴിയിൽ, കുട്ടി വേറെ രീതിയിൽ.
അങ്ങനെ ആയിരിക്കും. അപ്പോൾ അവർക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടാനോ സാധിക്കാത്തൊരവസ്ഥയിൽ പലപ്പോഴും സ്ട്രെസ്സ് കൂടി വരികയാണ്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനമാണല്ലേ. പക്ഷെ ആ സമാധാനം ഇവർക്ക് കിട്ടുന്നില്ല. കാരണം അങ്ങനെ പറയാനായിട്ടൊന്നും ആരുമില്ല. അങ്ങനെ സ്ട്രെസ്സ് കൂടി വരുന്ന അവസ്ഥ. ജോലിയിലാണെങ്കിൽ അങ്ങനെ. സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ സ്ട്രെസ്സുള്ള അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം അവസ്ഥയിൽ ആളുകൾ പലപ്പോഴും ഇതിൽ നിന്നുള്ള റിലാക്സേഷൻ തേടി പോകുമ്പോഴും പലപ്പോഴും ലഹരിയിലേക്ക് എത്താനുള്ള സാധ്യതകൾ അങ്ങനെയുണ്ട്. അപ്പോൾ സ്ട്രെസ് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കുറേയൊക്കെ അതിലേക്ക് പോകാതെ തന്നെ നമുക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കതിന് ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ അതിലേക്ക് പോകുന്നതിന് തടയാൻ പറ്റും. ഡെവലപ്പിംഗ് എ ഹെൽത്തി കോപ്പിംഗ് സ്കിൽ ലൈക്ക് എക്സർസൈസ്, ക്രിയേറ്റീവ് ഔട്ട്ലെറ്റ്സ് ക്യാൻ പ്രിവെൻറ്റ് യൂസിങ് ഡ്രഗ്സ് ആസ് ആൻ എസ്കേപ്പ്. അത് അങ്ങനെ നമുക്ക് സ്ട്രെസ് മാനേജ്മെൻറ്റിനുള്ള ചില സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുക. രാവിലെ എക്സർസൈസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിലാക്സേഷൻ പോലത്തെയോ അല്ലെങ്കിൽ എൻജോയ്മെൻറ്റ് പോലത്തെയൊക്കെ ഗ്രൂപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അത്തരം കാര്യങ്ങളെ കൂടുതൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, കൂടുതൽ ആളുകൾ അതിലേക്ക് ചേർക്കുക. അങ്ങനെ ഇപ്പം അങ്ങനത്തെ കുറേ സംവിധാനങ്ങളൊക്കെ കുറേ പുതിയതായിട്ടൊക്കെ വരുന്നുണ്ട്. രാവിലെ എക്സർസൈസ് ചെയ്യുന്ന സംഗതികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോൾ തന്നെ ആളുകളെ മാനസികമായിട്ടുള്ള ഒരു റിലാക്സേഷൻ കിട്ടുകയും ടെൻഷനുകൾ കുറയുമ്പോൾ കൂടുതലും ഇത്തരം ലഹരിയിലേക്കൊക്കെ പോകാതിരിക്കുകയും ഒക്കെ ചെയ്യാനുള്ള രീതിയിൽ നമുക്ക് അതിനെ പ്രിവെൻഷൻ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോൾ സെറ്റിംഗ് നമ്മൾ ചെയ്തു കൊടുക്കുക. കുട്ടികളാണെങ്കിൽ അതുപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കൃത്യമായ ഒരു കരിയർ പാത്ത് ജോലി നേടണം, എന്തൊക്കെ കാര്യങ്ങളാണ്, എന്ത് ഗോളാണ്, ലക്ഷ്യം എന്താണ്, അതെങ്ങനെ നേടണം, അതിൻ്റെ ഓരോ മൈൽ സ്റ്റോണുകൾ എപ്പോൾ എന്തൊക്കെ ചെയ്യണം എന്ന് കൃത്യമായ ഗോൾ സെറ്റിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ അവർക്കപ്പോൾ ഒരു ലക്ഷ്യം ഉണ്ടാകുമ്പോൾ തന്നെ അവർക്കത് പ്രവർത്തിക്കാനുള്ള അതിനുള്ള കാര്യങ്ങൾ അതിലേക്ക് നീങ്ങുന്ന കാര്യങ്ങളും തിരക്കിലാകുമ്പോൾ ഇത്തരം കുറച്ച് കാര്യങ്ങളൊക്കെ ഇത്തരം കാര്യത്തിലേക്ക് പോകുന്നതിൽ നിന്നൊക്കെ കൃത്യമായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. കാരണം അത്തരം ഗോളിനൊക്കെ എന്താ പറയുക ഒപ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരം ഗോളിനെ നശിപ്പിക്കുന്നതായിരിക്കും മിക്കപ്പോഴും ഈ ലഹരി എന്ന് പറയുന്നത്. അപ്പം കൃത്യമായി നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കേണ്ടതാണ്. അപ്പം ഇതിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്? അഡിക്ഷൻ ഈസ് പ്രിവെൻറ്റബിൾ അല്ലേ. അണ്ടർസ്റ്റാൻഡിങ് റിസ്ക് ആൻഡ് ലേണിംഗ് ഹെൽത്തി കോപ്പിംഗ് മെക്കാനിസം ക്യാൻ പ്രിവെൻറ്റ് ഡ്രഗ് യൂസ്. ഇതിൻ്റെ കൃത്യമായ റിസ്ക് മനസ്സിലാക്കുന്നതിലൂടെ എന്താണ് ഇത് വ്യക്തമായിട്ട് എന്താ പറയുക ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് ഇഷ്യൂസ് മാനസിക പ്രയാസം ഉണ്ടായാൽ അത് എങ്ങനെ എന്നുള്ളതും കൂടെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിലൂടെ നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്ന് കൃത്യമായി ആക്ഷനിൽ നിന്നൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ചിലപ്പം ഫസ്റ്റ് ടൈം ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് എന്താ വെച്ചാൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതാക്കാൻ പറ്റും. ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ തന്നെ ഈ പല ലഹരികളും പിന്നെ തിരിച്ച് മാറാൻ ഭയങ്കര പ്രയാസമാണ്. ഒറ്റ തവണ ഉപയോഗിച്ചാൽ തന്നെ അഡിക്ഷൻ ആവുന്ന രൂപത്തിലേക്കാണ് പല മാരകമായ ലഹരികളും ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ സപ്പോർട്ട് അവൈലബിൾ ആണ്. പല ആൾക്കാരും അഡിക്ഷനിൽ നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ റിക്കവർ ചെയ്തിട്ടുണ്ട്. ട്രീറ്റ്മെൻറ്റും സപ്പോർട്ടും കൗൺസിലിങ്ങും ഒക്കെ അതിലൂടെ. അതുകൊണ്ട് തന്നെ എപ്പോഴും എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ആൾക്കാരൊക്കെ വിചാരിക്കുന്നത് അയ്യോ ആൾക്കാർ അറിയും അല്ലെങ്കിൽ നാണക്കേടാണ്, എന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതിൽ പകരം അല്ലെങ്കിൽ നമ്മൾ മിക്കപ്പോഴും നമ്മളുടെ ആർക്കെങ്കിലും ഈ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുമ്പോഴിലൂടെ അയ്യോ അങ്ങനെയൊന്നും ഉണ്ടാകാൻ വഴിയില്ല, നല്ലതാണ്, അവൻ അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറയാതെ ആ കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കുകയും അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ നേരത്തെ തന്നെ അതിനുള്ള കാര്യങ്ങൾ നോക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒഴിവാകുമ്പോൾ കൃത്യമായി നമുക്കിതിന് രക്ഷപ്പെടുത്താൻ പറ്റും ആളെ. ഒരുപാട് എന്താ പറയുക അത്രയും വേസ്റ്റ് കേസിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അവരെ രക്ഷപ്പെടുത്താൻ പറ്റും. ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ഈ പ്രിവെൻഷനിലൂടെ നമുക്ക് ആളുകളെ രക്ഷപ്പെടുത്താൻ പറ്റും. അതാ ഇനി ഒരു പ്രാവശ്യം അതിലേക്ക് വീണ ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരാനും നമുക്കിവിടെ സംവിധാനങ്ങളുണ്ട്. മനസ്സിലാക്കുക, ലഹരി ഉപയോഗം എന്ന് പറയുന്നത് ഒരു ചീത്ത പ്രവൃത്തിയോ എന്ന് മനസ്സിലാക്കുന്നതിനേക്കാളും ലഹരി ഉപയോഗം എന്ന് പറയുന്നത് ഒരു രോഗമാണെന്നും അതിന് ചികിത്സ ഉണ്ടെന്നും നമ്മൾ മനസ്സിലാക്കണം. അതാണ് നമ്മളിപ്പോൾ കൃത്യമായിട്ട് കൊടുക്കേണ്ടതും അത് ആളുകളെ അവയർനെസ് നൽകേണ്ടതും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് പ്രിവെൻഷനാണ്. നമ്മൾ തടയുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് തിരിച്ചറക്കാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പം നമ്മൾ ചർച്ച ചെയ്തു ഈ ഡ്രഗ് കഴിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കുക എന്തുകൊണ്ടായിരിക്കും ഡ്രഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ കാരണങ്ങൾ നമ്മൾ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഡ്രഗ് ഉപയോഗം നിർത്തിക്കൂടെ. അതുപോലെ തന്നെ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ സുഹൃത്തിന് ഇങ്ങനെ ഇഷ്യൂ ഉണ്ടായി, അപ്പോൾ നമ്മൾ എന്ത് സപ്പോർട്ടാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത് ചിന്തിക്കുക.
എന്നിട്ട് അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുക. നമുക്ക് എന്ത് സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കും? ഞാൻ ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രകാരം. അപ്പോൾ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിക്ക് എന്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും? സ്കൂളുകൾ, ഫാമിലി ഉണ്ട്, മറ്റുള്ള കമ്മ്യൂണിറ്റികളുണ്ട്. അവർക്കൊക്കെ നമുക്ക് ചെറുപ്പക്കാരായ ആളുകൾ ഇതിലേക്ക് പോകുന്നതെന്ന് എങ്ങനെ തടയാൻ പറ്റും? ഞാൻ മുകളിൽ പറഞ്ഞ കുറേ കാര്യങ്ങളിലൂടെ അതൊക്കെ എല്ലാവരും മുൻകൈ പ്രസിഡൻഷ്യൽ അസോസിയേഷൻ ഉണ്ടാവും, ക്ലബ്ബുകൾ ഉണ്ടാവും, ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഇതൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് കൃത്യമായ അവയർനെസ് എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. പലപ്പോഴും ആളുകൾ എന്താണ് ഉപയോഗിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിനെ മനസ്സിലാക്കുന്നത്. പിന്നെ അവർക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അപ്പം ആദ്യമേ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും ചിലപ്പോൾ ഉപയോഗിക്കില്ല. അതിനെക്കുറിച്ചുള്ള ചിന്ത വരുമ്പോൾ അയാൾ ഒഴിവാക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങളെയാണ് നമ്മൾ നീക്കേണ്ടത്. അപ്പോൾ അവയർനെസ് ഇതിന് ഒരുപാട് തമാശയുള്ള കാര്യം എന്നല്ല. ആളുകൾ സീരിയസ് ആയിട്ടും അവയർനെസ് കൊടുക്കുന്നത് ഒരുപാട് ഉപകാരമുള്ളത് തന്നെയാണ്. നമ്മളിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾ കുറേ കാര്യം മനസ്സിലാക്കി. അത് നിങ്ങൾക്ക് മറ്റുള്ള ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കാം, മറ്റുള്ള ആളുകൾക്ക് സപ്പോർട്ടുകൾ കൊടുക്കാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, അഡിക്ഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു രോഗമാണ്. അതിന് ചികിത്സ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞ പോലെ നമ്മളെന്താണ് മുൻകരുതൽ എടുത്തുകൊണ്ട് അതിനെ തടയുന്നതാണ് അത് വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാളും ഭേദം. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഡ്രഗ് അവയർനെസ് എപ്പിസോഡ്സ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഓരോ സബ് കാറ്റഗറി വെച്ചുകൊണ്ടുള്ള കുറേ വീഡിയോസൊക്കെ ഉണ്ടാവും. ഓരോരോ സബ്ജക്റ്റിൽ ഓരോരോ വിഷയത്തിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ കാണാം. ഓക്കെ, താങ്ക് യു.